അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ഒരു 3 ആവോലിപ്പാര വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മീൻ വാങ്ങിക്കാമെന്ന് കാരണം നമുക്കൊരു ബിരിയാണി വെക്കാനുണ്ട്. അപ്പോൾ ബിരിയാണി വെച്ചതിന് ശേഷം നമുക്കിവിടെ കുറേ പീസ് ബാക്കി വന്നിട്ടാണ്. അപ്പോൾ ആ പീസായിട്ട് നമ്മളൊരു കറി വെക്കണം, ഷാപ്പ് മോഡൽ. അപ്പോൾ ആ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റൗവിൽ നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കടുകിട്ട്. അപ്പോൾ കടുകിട്ട് കഴിഞ്ഞിട്ട് ലേശം ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മൾ വേപ്പില, പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത്, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കറി കുറച്ചും കൂടി അധികം വേണ്ട ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേശം സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തക്കാളി എടുത്തേക്കുന്നത് മിക്സിയിൽ അരച്ചിട്ടാണ്. അങ്ങനെ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മസാലപ്പൊടികൾ ചേർക്കുക എന്നുള്ളതാണ്. അതിനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മളെ കുരുമുളക് പൊടി, അതിൽ കുരുമുളക് പൊടി മാത്രം 1/2 ടേബിൾ സ്പൂൺ, ബാക്കിയെല്ലാം ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് സമമായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ടാണ് അത് ചേർക്കാം. ശേഷം നമ്മൾ വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ പീസുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ അതിൽ ചേരും വിധം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ മസാലയും മീനും കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അത്യാവശ്യം കട്ടിങ്ങനെയുള്ള പീസായ കാരണം കുറച്ച് നേരം വേവാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൈലിലുള്ള മീൻ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇത് നല്ല നാടൻ ചോറിൻ്റെ ഒപ്പം, ഇന്ന് നമുക്കിവിടെ നാടൻ ചോറിൻ്റെ ഒപ്പം ഫിഷ് കറിയാണ്, അതിൻ്റെ ഒപ്പം നല്ല പപ്പടമുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ എല്ലാവരും കഴിക്കുക, കുക്ക് ചെയ്യുക.